ഹായ് മക്കളെ, നമ്മൾ +1 എക്സാമൊക്കെ കഴിഞ്ഞ് +2 കടക്കുകയാണ് അല്ലേ. അപ്പോൾ നമ്മൾ +2 കടക്കുന്ന സമയത്ത് +1 കെമിസ്ട്രിയിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഏകദേശം 9 ചാപ്റ്ററുകളിൽ ഒരുപാട് കണ്ടൻറ്റ് മക്കൾ പഠിച്ചു കഴിഞ്ഞു. ഇനി +2 കെമിസ്ട്രി സ്റ്റാർട്ടാവുകയാണ്. അപ്പോൾ +2 കെമിസ്ട്രിയിൽ മക്കൾ എന്തൊക്കെ പഠിക്കണം, എങ്ങനെ നിങ്ങൾക്ക് +2 കെമിസ്ട്രി ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ +2 കെമിസ്ട്രി നിങ്ങൾക്കറിയാം, +1നെ കമ്പയർ ചെയ്യുമ്പോൾ +2 കെമിസ്ട്രിയിൽ ചാപ്റ്റേഴ്സിൻ്റെ എണ്ണം കൂടുതലാണ്. നമുക്ക് ഏകദേശം 10 ചാപ്റ്ററാണ് +2 കെമിസ്ട്രിയിൽ പഠിക്കാനുള്ളത്. 10 ചാപ്റ്റേഴ്സ് +2 കെമിസ്ട്രിയിൽ പഠിക്കാനുണ്ട്. +1 കെമിസ്ട്രിയിൽ നമുക്ക് ആകെ പഠിക്കാനുണ്ടായിരുന്നത് മക്കളെ 9 ചാപ്റ്റർ ആയിരുന്നു. +2 കെമിസ്ട്രിയിൽ അത് 10 ചാപ്റ്ററായിട്ട് മാറി. ഞാൻ അതിൻ്റെ ഒരു കറക്റ്റ് ഐഡിയ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ തരാൻ പോവുകയാണ്. കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ +2 കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കറക്റ്റ് എക്സാക്റ്റ് ഒരു ഐഡിയ എങ്ങനെ പഠിക്കണം, എന്തൊക്കെയാണ് ചാപ്റ്ററിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, ഏതൊക്കെ ചാപ്റ്ററിൻ്റെ ബേസ് വേണം എന്നുള്ളതൊക്കെ ഈ വീഡിയോയിലൂടെ മക്കൾക്ക് കറക്റ്റായിട്ട് പറഞ്ഞുതരാൻ പോവുകയാണ്. ഒരു എക്സാക്റ്റ് ഐഡിയ +2 കെമിസ്ട്രിയെക്കുറിച്ച് തരിക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ പർപ്പസ് മക്കളെ. അപ്പോൾ നമ്മൾ 10 ചാപ്റ്ററാണ് +2 കെമിസ്ട്രിയിൽ ഉള്ളതെന്ന് പറഞ്ഞു. ആ 10 ചാപ്റ്ററിൽ മക്കൾ പഠിക്കേണ്ട കാര്യം 5 ചാപ്റ്റർ ഇനോർഗാനിക്കും ഫിസിക്കലും കൂടി കമ്പൈൻഡ് ആണ്. 5 ചാപ്റ്റേഴ്സ് ഇനോർഗാനിക്കും ഫിസിക്കലുമാണ്. ബാക്കി 5 ചാപ്റ്റേഴ്സാണ് മക്കളെ ഓർഗാനിക് കെമിസ്ട്രിയിലുള്ളത്. ബാക്കി 5 ചാപ്റ്ററാണ് എവിടെയുള്ളത്? ഓർഗാനിക് കെമിസ്ട്രിയിലുള്ളത്. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, +1ൽ നിങ്ങൾ 2 ചാപ്റ്റർ മാത്രമാണ് ഓർഗാനിക് കെമിസ്ട്രി പഠിച്ചിട്ടുള്ളത്. പക്ഷേ +2ൽ അത് 5 ചാപ്റ്ററാണ് ഓർഗാനിക് കെമിസ്ട്രിയിൽ വരുന്നത്. ഓക്കെ ആണല്ലോ. +1ൽ നിങ്ങൾ 2 ചാപ്റ്റർ മാത്രമാണ് ഓർഗാനിക് പഠിച്ചിട്ടുള്ളത്. +2ൽ നിങ്ങൾക്ക് 5 ചാപ്റ്റേഴ്സ് ഓർഗാനിക് കെമിസ്ട്രി പഠിക്കാനുണ്ട്. അത് മാത്രമല്ല മക്കളെ, ഒരു കാര്യം കൂടി ഉണ്ട്. എന്താണെന്നറിയോ? +1 ഓർഗാനിക് കെമിസ്ട്രിയുടെ ബേസിക്സ് ഏതൊക്കെയാ? +1 ഓർഗാനിക് കെമിസ്ട്രിയുടെ ബേസിക്സ് എന്ന് പറയുന്നത് അതിൽ വരുന്ന നെയിമിങ്, അതുപോലെ തന്നെ ഐസോമെറിസം എന്നീ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എവിടെയും ആവശ്യമുണ്ട്. +2 ഓർഗാനിക് കെമിസ്ട്രിയുടെ ഒരു ബേസ് ആയിട്ട് നിങ്ങൾക്ക് വേണം. അപ്പോൾ +1 ഓർഗാനിക് കെമിസ്ട്രിയിലെ നെയിമിങ്ങും ഐസോമറിസും സ്ട്രക്ചറുകളൊക്കെ +2 ഓർഗാനിക് കെമിസ്ട്രിയുടെ ഒരു ബേസ് ആയിട്ട് മക്കൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം എന്നുള്ളതാണ്. ഇനി ഒരു കാര്യം കൂടി, നിങ്ങളുടെ +1ലെ ലാസ്റ്റ് ചാപ്റ്റർ ആയിരുന്നു ഹൈഡ്രോ കാർബൺസ്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും ഹൈഡ്രോ കാർബൺസ്. ആ ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ മക്കൾ മെയിനായിട്ട് പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? 1, ഹൈഡ്രോ കാർബണുകളുടെ പ്രിപ്പറേഷൻ പഠിച്ചിരുന്നു. 2, ആ ഹൈഡ്രോ കാർബണുകളുടെ ഫിസിക്കൽ പ്രോപ്പർട്ടി പഠിച്ചിരുന്നു. 3, ആ ഹൈഡ്രോ കാർബണുകളുടെ കെമിക്കൽ പ്രോപ്പർട്ടി പഠിച്ചിരുന്നു. അപ്പോൾ ഹൈഡ്രോ കാർബണുകൾ പഠിക്കുമ്പോൾ മക്കൾ പഠിച്ചിരുന്നത് 1 പ്രിപ്പറേഷൻ, 2 ഫിസിക്കൽ പ്രോപ്പർട്ടി, 3 കെമിക്കൽ പ്രോപ്പർട്ടി. മക്കളെ, ഈ 3 കാര്യങ്ങളും നിങ്ങൾക്ക് +2 കെമിസ്ട്രിയിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. എന്താ കാരണം? +2 കെമിസ്ട്രിയിലെ ഓർഗാനിക് കെമിസ്ട്രിയിലെ എല്ലാ ചാപ്റ്റേഴ്സിലും മക്കൾക്ക് പഠിക്കാനുള്ള 3 കാര്യങ്ങൾ ഇതാ. 1 പ്രിപ്പറേഷൻ, 2 ഫിസിക്കൽ പ്രോപ്പർട്ടി, 3 കെമിക്കൽ പ്രോപ്പർട്ടി. ഈ 3 കാര്യങ്ങളാണ് +2 കെമിസ്ട്രിയിലെ 5 ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്ററിൽ മക്കൾക്ക് പഠിക്കാനുള്ളത്. 5എണ്ണത്തിൽ ലാസ്റ്റ് ചാപ്റ്റർ ബയോമോളിക്യൂൾസ് ആണ്. അത് അത്രത്തോളം ഡീപ്പല്ല. ബാക്കി 4 ചാപ്റ്ററിലും ഞാൻ ഈ പറയുന്ന 3 കാര്യങ്ങളാണ് ആ ചാപ്റ്ററിലെ കണ്ടൻറ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ +1 കെമിസ്ട്രിയിലെ ഓർഗാനിക് കെമിസ്ട്രി കുറച്ചുകൂടി ഡീപ്പായിട്ട് തന്നെ റിവൈസ് ചെയ്യണം. കാരണം അത് നമുക്ക് എവിടെ ആവശ്യമുണ്ട്? +2ൽ ആവശ്യമുണ്ട്. ഓക്കെ അല്ലടാ. ഇനി അവിടെ നിങ്ങൾ പഠിച്ച സം ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി, സ്ട്രക്ചർ ഓഫ് ആറ്റം, ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ്, കെമിക്കൽ ബോണ്ടിങ്, തെർമോ, ഇക്വിലിബ്രിയം, റിഡോക്സ്, ഇതൊന്നും ഭയങ്കര ഡീപ്പായിട്ട് നിങ്ങൾക്ക് എവിടെ ആവശ്യമില്ല, +2ൽ ആവശ്യമില്ല എന്നുള്ളതാണ് റിയാലിറ്റി. പക്ഷേ അതിൻ്റെയൊക്കെ ബേസിക്കായ കാര്യങ്ങൾ, ചില കാര്യങ്ങൾ പറയുമ്പോൾ +1ലെ കണ്ടൻറ്റുമായി നമ്മൾ റിലേറ്റ് ചെയ്യും. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് കുറച്ച് ഒരു ചെറിയൊരു ബേസിക്കായ ഒരു ഐഡിയ മക്കൾക്ക് +2ൽ ഉണ്ടായിരിക്കണം. ഓക്കെ, അല്ലാതെ ആ ചാപ്റ്ററിൻ്റെ ഭയങ്കരമായിട്ട് ഡീപ്പായിട്ടുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് എവിടെ ഞാൻ ആവശ്യമില്ല, +2ൽ ആവശ്യമില്ല എന്നുള്ളതാണ് റിയാലിറ്റി. ഓക്കെ, യെസ്. നോക്കടാ, നമുക്ക് ഒറ്റവട്ടം ഒന്ന് ബ്രീഫ് ചെയ്ത് തരാം ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന്. +2 കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് സൊല്യൂഷൻ. ആ ചാപ്റ്ററിൽ മൊളാരിറ്റി കേട്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ മൊളാലിറ്റി, മോൾ ഫ്രാക്ഷൻ, ഇതൊക്കെ നിങ്ങൾക്ക്
+1 കെമിസ്ട്രിയിലെ സം ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രിയിൽ പഠിച്ച കാര്യങ്ങളാണ്. സം ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രിയിലെ മൊളാരിറ്റി, മൊളാലിറ്റി, മോൾ ഫ്രാക്ഷൻ ഈ കണ്ടൻറ്റുകളൊക്കെ എവിടെയും വരുന്നുണ്ട്, സൊല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലും വരുന്നുണ്ട്. ഒന്ന് അറിഞ്ഞിരിക്കുക. ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്ററിൽ റിഡോക്സ് റിയാക്ഷനിൻ്റെ ചെറിയ ഒരു ബേസ് ആവശ്യമുണ്ട്. ഏത് ചാപ്റ്ററിൻ്റെ? റിഡോക്സ് റിയാക്ഷനിൻ്റെ സെല്ലൊക്കെ ഉണ്ടല്ലോ, സെൽ, ഡാനിയൽ സെൽ, ആ ഒരു പോർഷൻ നമുക്ക് എവിടെ ആവശ്യമുണ്ട്? ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്ററിൽ ആവശ്യമുണ്ട്. കെമിക്കൽ കൈനറ്റിക്സിൽ അങ്ങനെ ഡീപ്പായിട്ട് നിങ്ങൾക്കൊന്നും പ്രീവിയസ് ഇയറത്തെ കാര്യങ്ങളൊന്നും ആവശ്യം വരുന്നില്ല. D&F ബ്ലോക്ക് എലമെൻറ്റ്സ് ഒരു ന്യൂ ചാപ്റ്ററാണ്, പുതിയൊരു തിയററ്റിക്കൽ ചാപ്റ്ററാണ്, ചെറിയ ചാപ്റ്ററാണ്. പഴയ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലെങ്കിലും ഈസി ആയിട്ട് കിട്ടും. ഒരു ഏറ്റവും പുതിയ ഒരു അപ്ഡേറ്റഡ് സാധനമാണ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. നിങ്ങൾ ഇത്രയും കാലം കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് പറയുന്ന ആളെക്കുറിച്ച് ഇതുവരെ നിങ്ങൾ പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് റിയാലിറ്റി. അപ്പോൾ ഇതുവരെ നിങ്ങൾ പഠിച്ചിട്ടില്ലാത്ത ഒരു ചാപ്റ്ററാണ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. അപ്പോൾ അതൊരു ഫ്രഷ് ടോപ്പിക്കാണ്, അതിൽ +1 യാതൊരു ബന്ധവുമില്ല. പിന്നെ വരുന്നതാണ് ഓർഗാനിക്. ഇവിടുന്ന് ഇങ്ങോട്ട് ഏതൊക്കെയാണ് ഓർഗാനിക്? ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അരീൻസ് ആവശ്യമുണ്ട്. ആൽക്കഹോൾ, ഫീനോൾ ആൻഡ് ഈതേഴ്സ്, ആൽഡിഹൈഡ്, കീറ്റോൺ ആൻഡ് കാർബോക്സിലിക് ആസിഡ്. +2 കെമിസ്ട്രിയിലെ ഏറ്റവും വലിയ ചാപ്റ്ററാണ് ആൽഡിഹൈഡ്, കീറ്റോൺ ആൻഡ് കാർബോക്സിലിക് ആസിഡ്. ഏകദേശം 11 മാർക്കോളം ആ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഒരുപാട് കണ്ടൻറ്റ് പഠിക്കാനുണ്ട്. ഓക്കെ, ചെറിയൊരു ചാപ്റ്ററാണ് അമീൻസ്, ബേസാണ്, നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടില്ല, ചെറിയ ചാപ്റ്ററാണ്. ബയോമോളിക്യൂൾസ്, അത് നിങ്ങളുടെ സോളജിയിലെ കുറച്ച് കണ്ടൻറ്റുകളൊക്കെ കയറി വരും. സോളജിയിലെ പ്രോട്ടീന്, അമിനോ ആസിഡ്, കാർബോഹൈഡ്രേറ്റ് ഒക്കെ കയറി വരുന്ന ഒരു ചാപ്റ്ററാണ് ബയോമോളിക്യൂൾസ്. അപ്പോൾ മക്കൾക്കൊരു ഐഡിയ വേണം, ഞാൻ എന്താണ് ഇനി +2 പഠിക്കേണ്ടത്. നിങ്ങളൊരു കാര്യം ചെയ്യേണ്ട കാര്യം എന്താ പറയുക മക്കളെ, വെയിറ്റേജ് കൂടിയ ചാപ്റ്ററുകളൊക്കെ നന്നായിട്ട് ഫോക്കസ് ചെയ്യുക വേണം. കാരണം എന്താ, വെയിറ്റേജ് കൂടിയ ചാപ്റ്ററുകളിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് പബ്ലിക് എക്സാമിനും ഹാഫ് ഇയർലിക്കും മോഡലിനും എല്ലാ എക്സാമിനും ചോദിക്കും. അപ്പോൾ നിങ്ങളത് ഡീപ്പായിട്ട് തന്നെ പഠിച്ചു വെക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത്. ആരുടെ ഒരു ഔട്ട്ലൈൻ? നമ്മുടെ +2 കെമിസ്ട്രിയുടെ. മക്കളെ, നിങ്ങൾക്ക് ഫസ്റ്റ് ടേം എക്സാമിന്, ഓണം എക്സാമിന് ഈ 4 ചാപ്റ്റേഴ്സാണ് പഠിക്കാനുണ്ടാവുക. ഓണം എക്സാമിന് മക്കൾക്ക് 4 ചാപ്റ്റേഴ്സാണ് പഠിക്കാനുണ്ടാവുക. ഫസ്റ്റ് ടേം എക്സാമിന് മക്കൾക്ക് 4 ചാപ്റ്റേഴ്സ്. എടാ, ഇനി സെക്കൻഡ് ടേം എക്സാം, ക്രിസ്മസ് എക്സാമിന് മക്കൾക്ക് ഉണ്ടാവുക 8 ചാപ്റ്റേഴ്സാണ്. നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് നിങ്ങൾക്ക് ഉണ്ടാവുക 1 to 8 ചാപ്റ്റേഴ്സ്. ഇത്രയുണ്ട് കേട്ടോ. ഇത് ഈ 5, 6, 7 അല്ല, ഒരുമിച്ച് മൊത്തം 8 ചാപ്റ്റേഴ്സാണ് ഉള്ളത്. ബാക്കി ടോട്ടൽ ചാപ്റ്റേഴ്സ് പിന്നെ മോഡലിനും പബ്ലിക് എക്സാമിനും. അപ്പോൾ മക്കളെ, നിങ്ങൾ ഈ ഒരു പ്ലാനോട് കൂടി തന്നെ ഞാനീ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെ ബേസ് വേണം ഞാൻ പറഞ്ഞു. ഓർഗാനിക് നിർബന്ധമായിട്ടും ബേസിക് വേണം, അല്ലെങ്കിൽ കാര്യമായിട്ടൊന്നും മനസ്സിലാവില്ല എന്ന് മാത്രമല്ല, നിങ്ങൾക്കൊരു ഐഡിയ കിട്ടൂല ചാപ്റ്ററിനെ കുറിച്ച്. നമ്മൾ നന്നായിട്ട് പറഞ്ഞു തരുമൊക്കെ ചെയ്യും, പക്ഷെ നിങ്ങൾ ഒരു ബേസിക്സ് ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ്. ഓക്കെ, യെസ്. ഇനി നമ്മുടെ ആപ്പിനെ കുറിച്ച് ചെറുതായിട്ടൊന്ന് പറയാം. നമ്മുടെ അടുത്ത ബാച്ച് +2 സൂപ്പർ ബാച്ച് നെക്സ്റ്റ് April 22 സ്റ്റാർട്ട് ആവുകയാണ്. അപ്പോൾ മക്കളെ, ഇനിയും അഡ്മിഷൻ എടുക്കാത്ത കുട്ടികളുണ്ടാകും. എല്ലാവരും മാക്സിമം പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കുക. ചാപ്റ്റേഴ്സൊക്കെ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടും. എങ്ങനെയാണ് ആപ്പിൻ്റെ ഒരു ഔട്ട്ലൈൻ എന്നുള്ളത് ഒന്ന് ജസ്റ്റ് പറയാം. റെക്കോർഡഡ് ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് ആപ്പിൽ കിട്ടുക. ഓരോ ടോപ്പിക്കും സബ് ടോപ്പിക്കായിട്ട് റെക്കോർഡഡ് ക്ലാസ്സുകൾ നമ്മുടെ ആപ്പിൽ ഉണ്ടായിരിക്കും. അത് മാത്രമല്ല മക്കളെ, ഒരു കാര്യം കൂടി ഉണ്ട്. ആ ആപ്പിലെ ക്ലാസ് കാണുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് അവിടെ ഒരു ക്വിസ് അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ സെറ്റ് അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് നോക്കാൻ പറ്റും. ഇനി അത് കഴിഞ്ഞിട്ട് ചില കുട്ടികൾക്ക് ഈ റെക്കോർഡഡ് ക്ലാസ്സുകളെക്കാളും വേണ്ടി വരെ ലൈവ് ആയിരിക്കും. അപ്പോൾ ലൈവ് ക്ലാസ്സുകൾ, സൂമിൽ ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. ആ ലൈവ് ക്ലാസ്സിൻ്റെ ഒരു ഗുണം എന്താണെന്നറിയാം മക്കളെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ആ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് മക്കൾക്കുണ്ടെങ്കിൽ ആ ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ള ഒരു സെക്ഷനായിട്ട് കൂടി നിങ്ങൾ ആരെടുക്കണം? ഈ ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾ എടുക്കണം. അത് മാത്രമല്ല, സ്പെഷ്യലായിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു സാധനമാണ് വാട്സപ്പ് ഡൗട്ട് ക്ലിയറൻസ്. എടാ, നിങ്ങൾക്കൊരു സമയം തരും. ആ സമയത്തിൽ വാട്സാപ്പിൽ ഡൗട്ട് ക്ലിയറൻസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇനി ഇത്രയും കഴിഞ്ഞൊരു കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു എക്സാമും നമ്മൾ കണ്ടക്ട് ചെയ്യും. അപ്പോൾ മക്കളെ, നിങ്ങൾ നോക്കിയാൽ മതി, റെക്കോർഡഡ് ക്ലാസ് കിട്ടുന്നുണ്ട്, ലൈവ് കിട്ടുന്നുണ്ട്, ക്വസ്റ്റ്യൻസ് കിട്ടുന്നുണ്ട്, എക്സാം കിട്ടുന്നുണ്ട്, എക്സ്ട്രാ വാട്സപ്പ് ഡൗട്ട് ക്ലിയറൻസ്, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ മാക്സിമം മക്കളെ ബാച്ചിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. April 22 നെക്സ്റ്റ് ബാച്ച് തുടങ്ങുമ്പോൾ തന്നെ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു രീതി. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഓർഡറിൽ ഇങ്ങനെ പഠിച്ചു പോകാം. എനിക്ക് വീണ്ടും പറയുകയാണ്, നിങ്ങളുടെ ലാബ് എന്ന് പറയുന്ന കണ്ടൻറ്റ് തുടങ്ങുന്ന ഒരു കാലഘട്ടമാണ് ഈ +2 അല്ലേ? ലാബ് തുടങ്ങാൻ പോവുക. ലാബ് എക്സാം ഒരു 40 മാർക്സിന് നിങ്ങൾക്ക് ലാബ് എക്സാം ഉണ്ടായിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ പബ്ലിക്
പബ്ലിക് എക്സാം 60 മാർക്കിനാണ്, സി മാർക്ക് 20 മാർക്കാണ്. അപ്പോൾ ടോട്ടൽ നിങ്ങളുടെ മാർക്ക് വരുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. മക്കൾ ഇത് നന്നായിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം. അപ്പോൾ ഇതിലേറ്റവും ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് മക്കൾക്ക് ഏതിനാ, നിങ്ങളുടെ 60 മാർക്കിനാ അല്ലേ. ഈ 60 മാർക്കാണ് നമ്മൾ എഴുതി വാങ്ങേണ്ടത്. അപ്പോൾ ഇത് നിങ്ങൾ നന്നായിട്ട് ഫോക്കസ് ചെയ്യണം എന്നുള്ളതാണ്. ലാബിനൊക്കെ സമയം നിങ്ങൾക്ക് വേണം, പക്ഷേ നിങ്ങൾ അതിൻ്റെ കൂടെ തിയററ്റിക്കൽ ടോപ്പിക്ക് കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് മക്കളത് അടിപൊളിയായിട്ട് പഠിക്കുക. ഞാൻ ഈ പറഞ്ഞ പ്ലാനിങ്ങോട് കൂടി ഏതൊക്കെ ചാപ്റ്ററിൻ്റെ ബേസിക്സ് വേണം, എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഓരോ കണക്ഷൻ വെച്ച് നിങ്ങൾ +1 കണക്ട് ചെയ്ത് തന്നെ +2 പഠിക്കുക. നിങ്ങൾക്ക് ഇനിയും എൻട്രൻസും കാര്യങ്ങളൊക്കെ എഴുതാനുള്ളതാണ്, +2 മാത്രമല്ലല്ലോ. അപ്പോൾ ആ കണക്ഷൻ എപ്പോഴും കീപ്പ് ചെയ്യുക. മക്കളെ അടിപൊളിയായിട്ട് സെറ്റായിട്ട് ഞങ്ങളെ കൂടെ തന്നെ നിങ്ങൾ പഠിച്ചുകൊണ്ട് പോവുക. ഞങ്ങളും നിങ്ങളുടെ കൂടെയുണ്ട്. ഹാപ്പി ആയിട്ട് കംപ്ലീറ്റ് കണ്ടൻറ്റും നമ്മൾ സെറ്റാക്കി പഠിപ്പിച്ച് തരുമ്പോൾ മക്കൾ അതിൻ്റെ കൂടെ തന്നെ ഓരോ ക്ലാസ്സുകളും കഴിഞ്ഞാൽ അതിൻ്റെ നോട്ട് എഴുതി അങ്ങനെ തന്നെ പഠിച്ച് പോവുക മക്കളെ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.